ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് പുറത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നും അല്ല, കമ്പനികളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു, കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നല്ലേ, അപ്പം ഇന്ത്യനെ പറ്റി വരുന്ന കാലഘട്ടത്തിലുള്ള വളർച്ചയെ പറ്റി പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്? ആ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, പഠിച്ചിട്ട് അവസരം വിനിയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം ആ വളർച്ചയിൽ പങ്കെടുക്കേണ്ടവർ പങ്കെടുത്തോ എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പാണ് അവർ തന്നെ. അപ്പം ഈ ഒരു മുന്നറിയിപ്പ് നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് വളർച്ചാ സാധ്യതയുള്ള ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കണം? സ്വന്തമായിട്ട് പഠിക്കണം. അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പഠിച്ചാൽ പോരാ, സ്വന്തമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ അകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ, അത് ഏത് കാലഘട്ടത്തിലും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാലും ഈ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റ് എടുത്തോ. അപ്പം 21 ഫെബ്രുവരിയിൽ അവരൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, 2021 ഫെബ്രുവരിയിൽ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കണത് എന്താ? ജെഫ്രീസ് പറയുന്നു ഇന്ത്യ 2027 കൂടി 5 ട്രില്യണുള്ള GDP ഉള്ളൊരു എക്കണോമി ആയിട്ട് വളരും. അതുകൂടാണ്ട് ഇവിടെ പറഞ്ഞേക്കണത് എന്താ? 2030 കൂടി ഇന്ത്യ 10 ട്രില്യണുള്ള എക്കണോമി ആയിട്ട് മാറും. അപ്പം ഇത് കൂടാണ്ട് ഇതിൻ്റെ താഴത്തേക്ക് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണം എന്നാന്ന് വെച്ചാൽ ഇന്ത്യനെ അവഗണിക്കാൻ പറ്റിയല്ല. കാരണം എന്താ, ഇന്ത്യ അതുപോലെ വളരുന്നൊരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ആ ഒരു അവഗണിക്കാതെ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങളും ഒക്കെ ഇന്ത്യയിലേക്ക് തന്നെ വരൂ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ട കേസ് തന്നെ, നമ്മൾ ഇത് ഒരു ടീമല്ല, പല ഏജൻസികളും പല വലിയ സ്ഥാപനങ്ങളും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവരെന്തുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നു? വേൾഡിൽ ഇതുപോലെയുള്ള വളർച്ച നടന്നിട്ടുള്ള കൺട്രികളിലെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടാണ് അവർ അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടൊക്കെയാണ് നിലവിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പഠന റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേനും അവർ നോക്കുന്ന ആ ഡെവലപ്മെൻറ്റിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ് പോണത്, ആ ഒരു ചാൻസുകളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും അവർക്ക് അവരുടെ പഠനമൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്താ ഇന്നത്തേക്ക് എത്തും എന്നാണ് അവരുടെ ഒരു പഠനം വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മളെന്താ അതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിക്കേണ്ടത്, ഈ വളർച്ചയിൽ നമുക്കെങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയിൽ നമുക്ക് പങ്കെടുക്കേണ്ടതിനും അടിസ്ഥാനപരമായിട്ട് നമ്മളെന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന സെക്ടർ ഏതാ, ആദ്യത്തെ മുൻഗണന ഏതിനൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് റോഡ് റെയിലിന് തന്നെയായിരിക്കും. റോഡ് റെയിൽ വികസിച്ചാൽ മാത്രമാണ് വേറെ പുറത്തുനിന്നുള്ള വലിയ വലിയ ഇൻഡസ്ട്രീസ് ഇവിടെ വരുള്ളൂ. ഈ ഇൻഡസ്ട്രീസ് ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് മൊത്തം പവർ വേണം. അപ്പോൾ ഈ പവർ വന്നാൽ മാത്രം മതിയോ? ഈ പവർ ഇനിയുള്ള കാലഘട്ടത്തിൽ റിന്യൂവബിൾ എനർജി എന്നാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്നുള്ള സെക്ടർ നോക്കണം. പിന്നെ നമുക്ക് എന്ത് നോക്കണ്ടേ? ഇത് മാത്രം പോരാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപണി, പിന്നെ യാത്രയായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ കൂടി വരുമ്പോൾ തന്നെ നമുക്ക് ടൂറുമായിട്ട് ബന്ധപ്പെട്ട്, ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്കണോമി, ആ ഒരു ഏരിയ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇത്രയും വലിയ ആൾക്കാർക്കൊക്കെ കൂടി ആ ഏരിയകളൊക്കെ വികസിക്കുമ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയരും. ജീവിത നിലവാരം വരുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ വീട് വെക്കൽ, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയകൾ, പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള, അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മുൻഗണന കൊടുക്കേണ്ടതാണ് നമുക്ക്. ഇതൊക്കെ കൂടാണ്ട് എന്തോന്നാണുള്ളത്? ഇലക്ട്രോണിക്സ് വിപണി എന്ന് പറഞ്ഞൊരു വലിയൊരു ലോകമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ മൊബൈല്, TV,
അങ്ങനെ ആ പറഞ്ഞൊരു ഏരിയ. ഇതൊക്കെ എന്ത് ചെയ്യും, ഇന്ത്യയുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ആൾക്കാർക്ക് കൂടുതൽ വരുമാനം കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവരവരുടെ വീട്ടിലേക്കും അവരവർക്കും എത്തും. അപ്പം നമുക്ക് ആ ഒരു ബെനഫിറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് വന്നൊരു കാലഘട്ടത്തിൽ, ഈ ഒരു 10-15 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് ഇതിനെയൊക്കെ മുൻഗണന കൊടുത്ത് ഇപ്പം തന്നെ ഒരു ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുൻഗണന കൊടുക്കേണ്ട ഒരു പേപ്പറിൽ കുറേ ഷെയറുകളുടെ മുൻഗണന കൊടുക്കേണ്ട എടുക്കുക. അതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റലായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് തീരെ കൊള്ളിയല്ലാത്ത സ്റ്റോക്കുകളൊക്കെ വെട്ടിക്കളയുക, നമുക്ക് താല്പര്യമില്ലാത്ത സ്റ്റോക്കുകളൊക്കെ വെട്ടിക്കളയുക. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് താല്പര്യമുള്ള നല്ല വളർച്ചാ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് കൂടുതൽ പഠനം നടത്തിയിട്ട് അതിൻ്റെ അകത്ത് മുൻഗണന കൊടുക്കേണ്ട ഏതാണെന്ന് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് തെറ്റൊക്കെ പറ്റാം. അപ്പോൾ തെറ്റ് പറ്റുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ എന്തുകൊണ്ടത് പെർഫോം ചെയ്യുന്നില്ല എന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അപാകത തോന്നി നമുക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ആത്മവിശ്വാസം പോയി കഴിയുമ്പോൾ അത് മാറിയിട്ട് വേറൊരു വളർച്ചാ സാധ്യതയുള്ള അടുത്ത സ്റ്റോക്കിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാണ്ട് നമ്മളൊരു സ്റ്റോക്ക് പിടിച്ച് ആ സ്റ്റോക്കിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈ ഒരു 10-15 കൊല്ലം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു സുവർണ കാലഘട്ടം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ വരുത്താം എന്നുള്ളത് എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് investing.com-ലെ നിഫ്റ്റിയുടെ ചാർട്ടും എടുത്തിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ മന്ത്ലി ചാർട്ട് നോക്കിയേ, നിഫ്റ്റിയുടെ ചാർട്ട് എങ്ങനെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയല്ലേ, കയറ്റം തന്നെയല്ലേ. ഈ കയറ്റം ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ നമുക്ക് ഈ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും, ചില നല്ല സ്റ്റോക്കുകളുണ്ടാവും, ചീത്ത സ്റ്റോക്കുകളുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഒരേ തുകയ്ക്കുള്ളതായിരിക്കും. മാക്സിമം നിക്ഷേപിക്കേണ്ട തുക ഏകദേശം ഒരേ ലെവലിലായിരിക്കും. ഇപ്പോൾ 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 10,000, 1 ലക്ഷം നിക്ഷേപിക്കുന്നെങ്കിൽ എത്ര ഷെയറാണ് അത്ര ഷെയറിൽ 1 ലക്ഷം. അങ്ങനത്തെ ഒരു എല്ലാത്തിനും ഒരേ ലെവലിൽ തന്നെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ ഔട്ട് പെർഫോം ചെയ്യും. അല്ലെങ്കിൽ എന്നാ ചെയ്യും, ഒരു സ്റ്റോക്കിൽ ഒരു 3-4 ലക്ഷം രൂപ ഇട്ടു, 4-5 ലക്ഷം രൂപ ഇട്ടു, ഒരു സ്റ്റോക്കിൽ അങ്ങ് കൊണ്ടുപോയി 10,000 ഇട്ടു. അങ്ങനെ ഒരു ഈക്വൽ അല്ലാത്ത രീതിയിൽ വരുമ്പോഴത്തേന് ഈ 10,000 രൂപയുടെ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്താലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വലിയ അനക്കമൊന്നും ഉണ്ടായില്ല. കാരണം എന്നാ, ഇവിടെ പുറത്ത് 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ വലിയൊരു സ്റ്റോക്ക് കിടക്കുക, അത് പെർഫോം ചെയ്താലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നമ്മുടെ പോർട്ട്ഫോളിയോ വളരുള്ളൂ. അപ്പോൾ നമ്മളെന്താ, ഒരു ഈക്വലായിട്ടുള്ള തുക, എല്ലാം ഒരേ നിലവാരത്തിലുള്ള തുകയായിരിക്കണം കമ്പനികളിൽ നിക്ഷേപിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 5 സ്റ്റോക്ക് 6 സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ഒരു 10 സ്റ്റോക്കിൽ കൂടുതലൊന്നും പോർട്ട്ഫോളിയോ കൂടുതൽ വെക്കാതിരിക്കുക നല്ലത്. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുകയും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ അതുകൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 10 സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ആ 10 സ്റ്റോക്ക് വരെ മാക്സിമം വെക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു 10 സ്റ്റോക്കിലും ഒരേ തുക തന്നെയായിരിക്കണം ഏകദേശം നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കമ്പനി ഔട്ട് പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അങ്ങോട്ട് പെർഫോം ആകും. ഒരു സ്റ്റോക്ക് ഒരു അണ്ടർ പെർഫോം ചെയ്താലും നമുക്ക് അത്ര വലിയൊരു എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു തെറ്റ് തിരുത്താനും നമുക്കൊരു നല്ലൊരു അവസരമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അത്ര ബാധിക്കാത്ത രീതിയിലായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാതെയൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഇരുന്ന് ഓരോ സൈറ്റുകളെടുത്ത് ഫുള്ള് അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കി മെനക്കെട്ട ഒരു പരിപാടി കേട്ടോ. നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കേസല്ല.
കുറേ നേരത്തെ ഒരു പരിപാടികൾ തന്നെയത്. അപ്പോൾ ആ ഒരു മെനക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി കഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വരുന്ന 15 കൊല്ലം നമുക്കൊരു സുവർണ്ണ കാലഘട്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ സുവർണ്ണ കാലഘട്ടം എല്ലാവർക്കും ഒരു പ്രയോജനകരമായിട്ട് നമുക്കെങ്ങനെ മാറ്റാമെന്നുള്ളത് ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും കാലഘട്ടം പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊന്നും ദുഃഖിക്കണ്ട. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കാലഘട്ടം അതിനേക്കാളും വലിയ പെർഫോം ചെയ്തൊരു കാലഘട്ടമാണ്. കഴിഞ്ഞതൊക്കെ അങ്ങ് പോയി. ഇനിയുള്ളത് എങ്ങനെ പെർഫോം ചെയ്യുക, എങ്ങനെ അത് മെച്ചപ്പെടുത്തുക എന്നുള്ളത് നന്നായിട്ട് സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഏത് സ്റ്റോക്കുകളിട്ടാലും പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ നല്ല അടിത്തറ സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി നിക്ഷേപിക്കുന്നതിലാണ് നമുക്ക് വിജയിരിക്കുന്നത്. അല്ലാണ്ട് കണ്ണി കണ്ട ചെറിയ പെന്നി സ്റ്റോക്കുകളൊക്കെ നിക്ഷേപിച്ചാൽ അതിൻ്റെ അകത്ത് 1 2 ഇരട്ടിയൊക്കെ അങ്ങ് ആവുമായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് എത്രമാത്രം അത് ഔട്ട് പെർഫോം ചെയ്യുന്നു, ഒരു നിലയിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യം. അതിലും ഭേദം എന്നാ വെച്ചാൽ തുകയിലല്ല, അതിൻ്റെ അകത്ത് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റലാണ് നോക്കേണ്ടതെന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നും അല്ല, കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം, താങ്ക് യു.